8ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസ് സബ്ജക്റ്റിലെ മധ്യകാല ഇന്ത്യ എന്ന് പറഞ്ഞിട്ടുള്ള ഫസ്റ്റത്തെ ചാപ്റ്ററാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ കുറച്ച് ചിത്രങ്ങളൊക്കെ ഇവിടെ തന്നിട്ടുണ്ട്. മുകളിൽ കൊടുത്തിരിക്കുന്ന ചിത്രങ്ങൾ നിരീക്ഷിക്കാനും മധ്യകാല ഇന്ത്യയിൽ ഭരണം നടത്തിയിട്ടുള്ള 2 രാജ്യങ്ങളുടെ ചരിത്ര ശേഷിപ്പുകളാണെന്ന് പറയുന്നുണ്ട്. പിന്നെ മുഗൾ ചക്രവർത്തിയായിട്ടുള്ള ഷാജഹാൻ്റെ ഭരണകാലത്താണ് ഡൽഹിയിൽ നിർമ്മിച്ച ചെങ്കോട്ടയുടെ കാര്യം ഇവിടെ പറയുന്നുണ്ട്. അപ്പോൾ മുഗൾ ചക്രവർത്തിയായിട്ടുള്ള ഷാജഹാൻ്റെ ഭരണകാലത്താണ് ഡൽഹിയിൽ ചെങ്കോട്ട നിർമ്മിച്ചിട്ടുള്ളത്. പിന്നെ പറയുന്നത് ഇതേ കാലത്ത് ദക്ഷിണേന്ത്യയിൽ നിലനിന്നിരുന്ന വിജയനഗരത്തിൻ്റെ തലസ്ഥാനമായിട്ടുള്ള ഹംപിയുടെ ചിത്രമാണ് രണ്ടാമതായി കാണുന്നത്. അപ്പോൾ വിജയനഗരത്തിൻ്റെ തലസ്ഥാനം ഹംപിയാണെന്ന് കൊടുത്തിട്ടുണ്ട്. ഇനി അവിടുന്ന് നമുക്ക് 2 പോയിന്റ്സ് നമുക്ക് ഇവിടുന്ന് കിട്ടി. ദെൻ മുഗൾ ഭരണം എന്താണെന്ന് നോക്കാം. 1526 മുഗൾ ഭരണം സ്ഥാപിച്ചത് ബാബറിൻ്റെ കാലത്താണ്. 1857 വരെ ഡൽഹി കേന്ദ്രമാക്കി ഇന്ത്യ ഭരിച്ച മുഗൾ ഭരണകാലത്തെ പ്രധാന ഭരണാധികാരികളുടെ ഒരു ഡയഗ്രം ഇവിടെ തന്നിട്ടുണ്ട് താഴത്ത്. എന്താ നോക്കാം. അപ്പോൾ 1526 മുഗൾ ഭരണം സ്ഥാപിച്ചിട്ടുള്ളതെന്നും 1557 വരെയാണ് ഡൽഹി കേന്ദ്രമാക്കിയിട്ടാണ് ഇവർ ഭരിച്ചിട്ടുള്ളതെന്നും ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ മുഗൾ ഭരണം പ്രധാനപ്പെട്ട രാജാക്കന്മാരുടെ ഒരു ഓർഡർ നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ടതുണ്ട്. ഇമ്പോർട്ടൻ്റ് തന്നെയാണ്. ബാബർ ഫസ്റ്റ്, ഹുമയൂൺ, അക്ബർ, ജഹാംഗീർ, ഷാജഹാൻ, ഔറംഗസേബ്. ഓക്കെ, അപ്പോൾ അവരുടെ ഓർഡർ ഒന്ന് മനസ്സിലാക്കി വെക്കേണ്ടതാണ്. അവരുടെ കാലഘട്ടം ജസ്റ്റ് ഒന്ന് നോക്കി പോവാം. നെക്സ്റ്റ്, വളരെ വിസ്തൃതമായിട്ടുള്ള രാജ്യമായിരുന്നു മുഗളരുടേത്. ഇന്നത്തെ ഇന്ത്യക്ക് പുറമെ അയൽ രാജ്യങ്ങളിലും മുഗൾ ഭരണം വ്യാപിച്ചിട്ടുണ്ട്. നമുക്ക് ചിത്രം നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാക്കാവുന്ന കാര്യങ്ങളാണ് അവിടെ പറയുന്നത്. നെക്സ്റ്റ്, മുഗളരും 1ാം പാനിപ്പത്ത് യുദ്ധവും. മംഗോൾ എന്ന പദത്തിൽ നിന്നാണ് മുഗൾ എന്ന പേര് ഉണ്ടായിട്ടുള്ളത്. മുഗൾ രാജ്യസ്ഥാപകനായിട്ടുള്ള ബാബർ പിതാവ് വഴി തുർക്കി ഭരണാധികാരിയായിരുന്ന തിമൂറിൻ്റെയും മാതാവ് വഴി മംഗോൾ രാജാവായിരുന്ന ചെങ്കിസ് ഖാൻ്റെയും പിൻഗാമിയായിരുന്നു. ഓക്കെ, 16ാം നൂറ്റാണ്ടിൽ യൂറോപ്യന്മാരാണ് ഈ രാജവംശത്തെ മുഗൾ എന്ന് വിളിച്ച് തുടങ്ങിയത്. അപ്പോൾ നമ്മളുടെ ബാബറാണ് മുഗൾ ഭരണ സ്ഥാപകൻ എന്ന് പറഞ്ഞു. അപ്പോൾ തുർക്കി ഭരണാധികാരിയായിട്ടുള്ള തിമൂർ തുർക്കിയുടെ ഭരണാധികാരിയായിരുന്നു. അതുപോലെ മംഗോൾ രാജാവായിട്ടുള്ള ചെങ്കിസ് ഖാൻ്റെയും പിൻഗാമിയാണ് ആര്? ബാബർ. 16ാം നൂറ്റാണ്ടിൽ യൂറോപ്യന്മാരാണ് മുഗൾ എന്ന പേര് വിളിച്ചത്. ലോധി വംശത്തിലെ അവസാനത്തെ ഭരണാധികാരിയായ ഇബ്രാഹിം ലോധിയും കാബൂളിലെ ഭരണാധികാരിയായിരുന്ന ബാബറും 1526 ഹരിയാനയിലെ പാനിപ്പത്തിൽ വെച്ച് ഏറ്റുമുട്ടി. ചരിത്രത്തിൽ ഇതിനെ 1ാം പാനിപ്പത്ത് യുദ്ധം എന്നാണ് പറയുന്നത്. ഈ യുദ്ധ വിജയത്തിലൂടെയാണ് ബാബർ ഇന്ത്യയിൽ മുഗൾ ഭരണം സ്ഥാപിച്ചത്. അപ്പോൾ ഇബ്രാഹിം ലോധിയും ബാബറും 1526 ഹരിയാനയിലെ പാനിപ്പത്തിൽ വെച്ചിട്ടാണ് ഈ ഒരു ഏറ്റുമുട്ടൽ ഉണ്ടായിട്ടുള്ളത്. ഇത് പിന്നീട് 1ാം പാനിപ്പത്ത് യുദ്ധമെന്നും ഇത് ഇന്ത്യയിൽ മുഗൾ ഭരണം സ്ഥാപിക്കാൻ ഇടയായിട്ടുള്ള ഒരു യുദ്ധവിജയവുമാണെന്നും പറയുന്നു. ഓക്കെ, ഇനി നെക്സ്റ്റ് നമുക്ക് ജെസ്യൂട്ട് പാതിരി പിയറി ജാറിക്ക്. ഓക്കെ, ജെസ്യൂട്ട് പാതിരി പിയറി ജാറിക്ക് അദ്ദേഹം അക്ബർ ചക്രവർത്തിയുടെ മരണത്തിന് ശേഷം CE 1605 എഴുതിയ ഒരു അനുശോചന കുറിപ്പ് മേള തന്നിട്ടുണ്ട്. ഇമ്പോർട്ടൻ്റ് തന്നെയാണ്. കിഴക്കിനെ വിറപ്പിച്ച അക്ബർ ചക്രവർത്തി നിര്യാതനായിരിക്കുന്നു. തീർച്ചയായും അക്ബർ മഹാനായ ചക്രവർത്തിയായിരുന്നു. ഒരേ സമയം പ്രജകളിൽ നിന്ന് സ്നേഹവും ബഹുമാനവും വിധേയത്വവും ലഭിച്ചുകൊണ്ട് തന്നെ ആത്മശക്തി നിലനിർത്താൻ അദ്ദേഹത്തിന് സാധിച്ചു. ഉയർന്ന താഴ്ന്ന വിഭാഗങ്ങൾ എന്ന തരംതിരിവില്ലാതെയും പരിചിത അപരിചിത വ്യത്യാസമില്ലാതെയും ഹിന്ദു ക്രിസ്ത്യൻ മുസ്ലിം വ്യത്യാസമില്ലാതെയും തുല്യനീതി നടപ്പിലാക്കിയ കരുത്തരോട് ശക്തമായും അശക്തരോട് കരുണയോടും പെരുമാറിയ സുൽത്താൻ എല്ലാവർക്കും പ്രിയപ്പെട്ടവനായിരുന്നു. ഇത് ജെസ്യൂട്ട് പാതിരി പിയറി അദ്ദേഹത്തിൻ്റെ വാക്കുകളാണ്. അക്ബർ മരണാനന്തരം പറഞ്ഞിട്ടുള്ള ഒരു അനുശോചന കുറിപ്പാണ് പറയുന്നത്. ഇനി നമുക്ക് അതിൽ ആവശ്യമുള്ള ഭാഗങ്ങളൊന്നുമില്ല. നെക്സ്റ്റ് പറയുന്നത് 1575 തൻ്റെ പുതിയ തലസ്ഥാനമായിട്ടുള്ള ഫത്തേപൂർ സിക്രിയിൽ അക്ബർ ഇബാദത്ത് ഖാന പണികഴിപ്പിച്ചു. ഇബാദത്ത് ഖാന പണികഴിപ്പിച്ചത് അക്ബറാണ്. എവിടെയാണ്? ഫത്തേപൂർ സിക്രി. വർഷം 1575. വിവിധ മതങ്ങളിലെ പണ്ഡിതരും പ്രമുഖരും ഇവിടെ ഒത്തുചേർന്നിരുന്നു. അക്ബർ പിന്തുടർന്നിരുന്ന മതസഹിഷ്ണുത നയത്തിന് ഇത്തരം ചർച്ചകൾ ഉത്തമ ഉദാഹരണമാണ്. എല്ലാ മതങ്ങളുടെയും നല്ല വശങ്ങൾ കോർത്തിണക്കി അക്ബർ രൂപം കൊടുത്ത ദർശനമാണ് ദിൻ-ഇ-ഇലാഹി, ഇബാദത്ത് ഖാന. ഇതൊക്കെ അക്ബറുമായിട്ട് ബന്ധപ്പെട്ടതാണ്. എല്ലാവർക്കും സമാധാനം അഥവാ സുൽഹ്-ഇ-കുൽ എന്നതാണ് ഈ ദർശനത്തിൻ്റെ കാതൽ. സുൽഹ്-ഇ-കുൽ എല്ലാ ദർശനങ്ങളും മനുഷ്യരുടെ ക്ഷേമത്തിനു വേണ്ടിയുള്ളതാണ് എന്ന ആശയം വ്യക്തമാക്കുന്ന അദ്ദേഹത്തിൻ്റെ ലക്ഷ്യമാണ്. ഫത്തേപൂർ സിക്രി പണികഴിപ്പിച്ചത് അക്ബറാണ്.
നെക്സ്റ്റ്, ജസി എന്ന മതനികുതി നിർത്തലാക്കിയതും അക്ബറാണ്. മുഗൾ ഭരണത്തിൻ്റെ എല്ലാ മേഖലകളിലും എല്ലാ മതസ്ഥരെയും തുല്യമായി പരിഗണിച്ചിരുന്നു അദ്ദേഹം. രാജ ടോഡർമാൾ, രാജ മാൻസിംഗ്, രാജ ഭഗവൻസ് ദാസ്, ബീർബൽ എന്നിവരൊക്കെ അക്ബർ ചക്രവർത്തിയുടെ രാജസദസ്സിൽ ഉന്നത സ്ഥാനം വഹിച്ചിട്ടുള്ള പ്രധാനികളാണ്. അപ്പോൾ പ്രധാനപ്പെട്ട ആൾക്കാർ പേരും പറഞ്ഞു. ജസിയെ നിർത്തലാക്കിയത് അക്ബറിൻ്റെ കാലത്താണ്, മതനികുതിയാണ്. പിന്നീട് രാജ ടോഡർമാൾ, രാജ മാൻസിംഗ്, രാജ ഭഗവൻ ദാസ്, ബീർബൽ ഇവരൊക്കെ അക്ബർ ചക്രവർത്തിയുടെ സദസ്സിൽ ഉള്ളവരായിരുന്നു. എൻ്റെ അനുയായികൾ മറ്റു മതവിഭാഗങ്ങളുമായി ശത്രുതയിൽ വർത്തിച്ചു സമയം പാഴാക്കരുത്. ഇതര മതസ്ഥരോടുള്ള ബന്ധങ്ങൾ സുൽഹിക്കുൽ എല്ലാവർക്കും സമാധാനം എന്ന ആശയം അനുവർത്തിക്കട്ടെ. മൃഗങ്ങളെ കൊല്ലുകയോ യുദ്ധസമയങ്ങളിലൊഴികെ ആയുധങ്ങൾ എടുക്കുകയോ ചെയ്യരുത്. അക്ബർ തൻ്റെ അനുയായികളോട് കൽപ്പിച്ച മുഗൾ സുൽത്താനായിരുന്ന ജഹാംഗീർ തൻ്റെ ഓർമ്മക്കുറിപ്പായിട്ടുള്ള തുസൂക്കി ജഹാംഗീറിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ജഹാംഗീറിൻ്റെ ഓർമ്മക്കുറിപ്പാണ് തുസൂക്കി ജഹാംഗീറി. അതിലാണ് അദ്ദേഹം അക്ബറിനെ കുറിച്ചിട്ട് അദ്ദേഹത്തിൻ്റെ അനുയായികളോട് കൽപ്പിച്ചിട്ടുള്ള ഒരു കാര്യം ജഹാംഗീറിൻ്റെ ഓർമ്മക്കുറിപ്പായിട്ടുള്ള തുസൂക്കി ജഹാംഗീറിൽ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. ഇനി മുഗൾ സൈന്യം. മുഗൾ കാലഘട്ടത്തിൽ രാജ്യം വിപുലമാക്കുന്നതിനും വിസ്തൃതമാക്കപ്പെട്ട രാജ്യം നിലനിർത്തുന്നതിനും ശക്തമായ സൈന്യം ആവശ്യമായിരുന്നു. ഇതിനുവേണ്ടി അക്ബർ നടപ്പിലാക്കിയ സൈനിക സമ്പ്രദായമാണ് മൻസബ്ദാരി. ഈ സമ്പ്രദായത്തെക്കുറിച്ച് ഓരോ ഉദ്യോഗസ്ഥൻ്റെയും കീഴിൽ ഒരു സൈനിക വ്യൂഹം ഉണ്ടായിരിക്കണം. ഓരോ ഉദ്യോഗസ്ഥനും നിലനിർത്തേണ്ട കുതിരപ്പടയാളികളുടെ എണ്ണത്തെയാണ് മൻസബ് എന്ന പദവി സൂചിപ്പിക്കുന്നത്. അപ്പോൾ മൻസബ്ദാരി സമ്പ്രദായം കൊണ്ടുവന്ന അക്ബറിൻ്റെ കാലത്താണ് ഓരോ ഉദ്യോഗസ്ഥനും നിലനിർത്തേണ്ട കുതിരപ്പടയാളികളുടെ എണ്ണത്തെയാണ് മൻസബ് എന്ന് ഉദ്ദേശിക്കുന്നത്. നിലനിർത്തേണ്ട സൈനികരുടെ എണ്ണത്തിന് അനുസരിച്ചായിരുന്നു മൻസബ്ദാരുടെ പദവി നിശ്ചയിച്ചിരുന്നത്. സർക്കാർ ഖജനാവിൽ നിന്ന് നേരിട്ട് പണം നൽകി സൈന്യത്തെ നിലനിർത്തുന്നതിന് പകരമാണ് ഈ സമ്പ്രദായം നടപ്പിലാക്കിയത്. മൻസബ്ദാർമാർക്ക് അവരുടെ പദവിക്കനുസരിച്ച് ഭൂമി പതിച്ച് നൽകിയിരുന്നു. പ്രസ്തുത ഭൂമിയിൽ നിന്നുള്ള നികുതി. ഭരണം ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകാൻ പ്രമുഖരുടെയും സൈനികരുടെയും പിന്തുണ ആവശ്യമായിരുന്നു. ഈ ലക്ഷ്യം കൈവരിക്കുന്നതിനായിരുന്നു മൻസബ്ദാരി സമ്പ്രദായം നടപ്പിലാക്കിയത്. ഭരണം ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകാനും പ്രമുഖരുടെയും സൈനികരുടെയും പിന്തുണ ആവശ്യമായിരുന്നു. ഈ ലക്ഷ്യം കൈവരിക്കുന്നതിന് വേണ്ടിയാണ് മൻസബ്ദാരി സമ്പ്രദായം നടപ്പിലാക്കിയത്. മുഗൾ ഭരണരീതി എങ്ങനെയെന്ന് നോക്കാം. തന്നിട്ടുണ്ട്. സുബ, സർക്കാർ, പർഗാന, ഗ്രാമം. ഇങ്ങനെ ഒരു ഓർഡറിലാണ് മുഗൾ രാജ്യം നിലനിന്നിട്ട് ഉണ്ടായിരുന്നത്. സുബ, സർക്കാർ, പർഗാന, ഗ്രാമം. ഏറ്റവും താഴത്തെയാണ് ഗ്രാമം എന്ന് പറയുന്നത്. ദെൻ പർഗാന, സർക്കാർ, സുബ. മുഗൾ അക്ബറിൻ്റെ കാലത്താണ് ഇത്തരത്തിൽ ഒരു ഭരണക്രമം നിലനിന്നിട്ടുള്ളത്. അക്ബറിൻ്റെ കാലത്താണ് ഇത്തരത്തിൽ മുഗൾ രാജ്യത്തിന് ഒരു ഭരണക്രമം ഉണ്ടായിട്ടുള്ളത്. മുഗൾ കാലഘട്ടത്തിൽ നീതിന്യായ നിർവഹണത്തിനായി ഇന്നത്തെ പോലെ പ്രത്യേകതരം കോടതികൾ ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല. പകരം തദ്ദേശീയരായിട്ടുള്ള മതപണ്ഡിതർ അവരെന്നെ നമ്മൾ ഗാസിമാർ തർക്കങ്ങളിൽ അന്വേഷണം നടത്തി തീർപ്പ് കൽപ്പിച്ചിരുന്നത്. ഈ തീരുമാനത്തിൽ അതൃപ്തിയുള്ളവർക്ക് ചക്രവർത്തിയോട് നേരിട്ട് പരാതി പറയാൻ അവസരമുണ്ടായിരുന്നു. ഭരണകാര്യങ്ങളിൽ രാജ്യത്തിന് ഉപദേശം നൽകിയിരുന്നത് മന്ത്രിമാരെയും വകുപ്പ് അധ്യക്ഷന്മാർ നിയമിച്ചു. വലിയ ഇമ്പോർട്ടൻ്റ് ഇല്ല. അപ്പോൾ ഗാസിമാർ അവിടെ അന്നത്തെ സമയത്ത് കോടതികൾ ഉണ്ടായിരുന്നില്ല. പക്ഷേ എന്താണ്, മതപണ്ഡിതരാണ് അവിടെ അന്വേഷണങ്ങളും തർക്കങ്ങളൊക്കെ കൽപ്പിച്ചിരുന്നതും നടത്തിയിരുന്നതും. അപ്പോൾ എന്താണ്, അവരെ നമ്മൾ ഗാസിമാർ എന്നാണ് പറയുന്നത്. ഇനി സാമൂഹിക സാമ്പത്തിക സ്ഥിതി എന്താണെന്ന് നോക്കാം. മുഗൾ ഭരണകാലത്തെ സമൂഹത്തെക്കുറിച്ച് അക്കാലത്ത് ഇന്ത്യ സന്ദർശിച്ച യൂറോപ്യൻ സഞ്ചാരികളും വ്യാപാരികളും അവരുടെ യാത്രാ വിവരങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഫ്യൂഡൽ സാമൂഹിക വ്യവസ്ഥിതിയായിരുന്നു അന്ന് നിലനിന്നിട്ടുണ്ടായിരുന്നത്. സമൂഹം പല തട്ടുകളായി വിഭജിക്കപ്പെട്ടിരുന്നു. അപ്പോൾ അവിടെ കുറേ സന്ദർശനത്തിനായിട്ട് യൂറോപ്യൻ സഞ്ചാരികളും വ്യാപാരികളും ഒക്കെ എത്തുന്നുണ്ടായിരുന്നു. അന്നേരം അവർ കുറച്ച് കാര്യങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. അവിടെ മുഗൾ ഭരണകാലത്ത് ഫ്യൂഡൽ സാമൂഹിക വ്യവസ്ഥയായിരുന്നു നിലനിന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ സമൂഹം പല തട്ടുകളായിട്ട് വിഭജിക്കപ്പെട്ടിട്ടും ഉണ്ടായിരുന്നു. സമൂഹത്തിൻ്റെ ഏറ്റവും അടിത്തട്ട് സാധാരണക്കാരും ഏറ്റവും മുകളിൽ രാജാവുമായിരുന്നു. ജനങ്ങളുടെ ജീവിത നിലവാരം വേതനത്തെയും വരുമാനത്തെയും ആശ്രയിച്ചിട്ടായിരുന്നു. രാജ്യത്തെ ജനങ്ങളിൽ ഭൂരിഭാഗവും കർഷകരായിരുന്നു. അവർക്കിടെ ജാതി വ്യവസ്ഥ. ഓരോ ജാതിയിൽപ്പെട്ടവർക്കും അവരുടേതായ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഉണ്ടായിരുന്നു. മുഗൾ കാലഘട്ടത്തിൽ ഇന്ത്യ സന്ദർശിച്ച ഫ്രഞ്ച് സഞ്ചാരിയായിട്ടുള്ള ടവർണിയർ അന്നത്തെ സമൂഹ വ്യവസ്ഥയെക്കുറിച്ചും ജനങ്ങളുടെ ജീവിത രീതിയെക്കുറിച്ചും രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ വരുന്ന പോയിന്റ് ഫ്രഞ്ച് സഞ്ചാരിയായിട്ടുള്ള ടവർണിയർ. ആരാണ്? ടവർണിയർ ഫ്രഞ്ച് സഞ്ചാരിയാണ്. ഓരോ സ്ഥലത്തെയും ജനങ്ങളുടെ ജീവിത രീതി, ഭക്ഷണം, വസ്ത്രം എന്നിവ വളരെയധികം വ്യത്യാസങ്ങൾ നിലനിന്നിരുന്നു. ബാബർ തൻ്റെ ഓർമ്മക്കുറിപ്പുകളിൽ അക്കാലത്ത് ഇന്ത്യയിൽ നിലനിന്നിരുന്ന തൊഴിൽ വ്യവസ്ഥയും ജാതി വ്യവസ്ഥയും രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇവിടെ
ഇംഗ്ലീഷുകാരനായിട്ടുള്ള റാഫിച്ച് ഇന്ത്യ സന്ദർശിച്ചപ്പോൾ മുഗൾ കാലഘട്ടത്തിൽ ഇന്ത്യ സന്ദർശിച്ചപ്പോൾ കുറച്ച് വാക്കുകളുണ്ട് മേലെ തന്നിരിക്കുന്നത്. ആഗ്രയും ഫത്തേപൂർ സിക്രിയും ലണ്ടൻ നഗരത്തേക്കാൾ വലുതും ജനനിബിഡവുമായിരുന്നു. ഏതാണ്ട് 12 മൈൽ ദൂരമുണ്ട് ഈ നഗരങ്ങൾ തമ്മിൽ. ഈ ദൂരം അത്രയും വഴി നീളെ ഭക്ഷ്യവസ്തുക്കളും മറ്റ് വിൽക്കുന്ന അങ്ങാടികൾ കാണാം. മുഗൾ ഭരണകാലത്ത് നാം എത്രത്തോളം സാമ്പത്തിക പുരോഗതി കൈവരിച്ചു എന്നും ഇതിൽ പറയുന്നുണ്ട്. പിന്നെന്താണ്, അവിടെ സാമ്പത്തിക പുരോഗതി അടിസ്ഥാനം കാർഷിക നേട്ടങ്ങളായിരുന്നു. നെല്ല്, ഗോതമ്പ്, ബാർലി, കരിമ്പ്, പരുത്തി, എണ്ണക്കുരുക്കളൊക്കെ എന്താണ് അന്നത്തെ കാലത്ത് അവർ പ്രധാന കാർഷിക ഉൽപ്പന്നങ്ങളായിരുന്നു. പിന്നെ പറയുന്നത് അബുൾ ഫസൽ തൻ്റെ പുസ്തകമായിട്ടുള്ള ഐനി അക്ബരി, ഓക്കെ, അബുൾ ഫസലിൻ്റെ പുസ്തകമായിട്ടുള്ള ഐനി അക്ബറിൽ ഇന്ത്യക്കാർ വ്യത്യസ്തങ്ങളായിട്ടുള്ള നെല്ലിനങ്ങൾ കൃഷി ചെയ്യുന്നതായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. വ്യത്യസ്തമായിട്ടുള്ള നെല്ലിനങ്ങളാണ് കേട്ടോ. നികുതി കൊടുത്തിരുന്ന കാലം വരെ കർഷകനെ ഭൂമിയിൽ ഒഴിപ്പിച്ചിരുന്നില്ല. മുഗൾ കാലത്ത് സാങ്കേതിക വിദ്യയുടെ പുതിയ ഉപകരണങ്ങളുടെ ഉപയോഗം കാർഷിക മേഖലയെ പുഷ്ടിപ്പെടുത്തിയിരുന്നു. ജലസേചനത്തിനായിട്ട് പേർഷ്യൻ ചക്രവും കനാലുകളും വ്യാപകമായിട്ട് ഉപയോഗപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. അബുൾ ഫസൽ മുഗൾ ഭരണകാലത്തെ മുഖ്യ ചരിത്രകാരനായിരുന്നു. അബുൾ ഫസൽ അക്ബറിന്റെ ഉപദേശകനും ജീവചരിത്രകാരനുമായിരുന്നു ഇദ്ദേഹം. ഐനി അക്ബരി, അക്ബർനാമ എന്നീ ഗ്രന്ഥങ്ങളുടെ കർത്താവായിരുന്നു അബുൾ ഫസൽ. അദ്ദേഹത്തിന് പ്രധാനപ്പെട്ടിട്ടുള്ള ഗ്രന്ഥങ്ങൾ ഏതായിരുന്നു? അക്ബർനാമയും ഐൻ-ഇ അക്ബരിയും. കാർഷിക രംഗത്തെ ഉൽപാദന വർദ്ധവ് കച്ചവടത്തെയും നഗരവൽക്കരണത്തെയും ത്വരിതപ്പെടുത്തി. വിദേശ ചരക്കുകളുടെ പ്രവേശന കവാടമായിട്ട് ഗുജറാത്ത് മാറി. തുണിത്തരങ്ങൾ, മസ്ലിൻ, പട്ട്, പഞ്ചസാര, അരി തുടങ്ങിയവയായിരുന്നു പ്രധാന കയറ്റുമതി ഇനങ്ങൾ. ജലഗതാഗതം കാര്യമായ പുരോഗതി കൈവരിച്ചു. ഇക്കാലത്തെ പ്രധാന നഗരങ്ങളായിരുന്നു ധാക്ക, മുർഷിദാബാദ്, സൂറത്ത്, ലാഹോർ, ആഗ്ര. അപ്പോൾ ഇതൊക്കെ എവിടെയാണ്, ഇന്നത്തെ രാജ്യത്തെ എവിടെയാണെന്ന് നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ടതുണ്ട്. ധാക്ക ബംഗ്ലാദേശിലാണ്, മുർഷിദാബാദ്, ലാഹോർ പാകിസ്ഥാനിലാണ്, സൂറത്ത് ഗുജറാത്താണ്, ഓക്കെ, അങ്ങനെ ആഗ്ര ഡൽഹിയാണ്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ടതുണ്ട്. അത്യാവശ്യം എല്ലാവർക്കും അറിയുന്നതായിരിക്കാം. ദെൻ സാംസ്കാരിക സമന്വയം എന്താണെന്ന് നോക്കാം. മുഗൾ ഭരണകാലത്ത് പേർഷ്യൻ ഭാഷയിലായിരുന്നു വിവർത്തനം ചെയ്യപ്പെട്ട മഹാഭാരതത്തിന്റെ പുറംചട്ടയാണിത്. മുഗൾ ചക്രവർത്തിയെന്ന ഷാജഹാന്റെ മകനായിട്ടുള്ള ദാരാ ഷുക്കോ, ശ്രദ്ധിക്കണം, മുഗൾ ചക്രവർത്തിയായിട്ടുള്ള ഷാജഹാന്റെ മകനായിട്ടുള്ള ദാരാ ഷുക്കോ ആണ് ഇത് പരിഭാഷപ്പെടുത്തിയിട്ടുള്ളത്. മുഗൾ ഭരണകാലത്ത് പേർഷ്യൻ ഭാഷയിലേക്ക് വിവർത്തനം ചെയ്യപ്പെട്ട മഹാഭാരതത്തിന്റെ പുറംചട്ട, ഓക്കെ, ആ ഒരു മഹാഭാരതം വിവർത്തനം ചെയ്യപ്പെട്ടിട്ടുണ്ട്. ആരാണ്? ഷാജഹാന്റെ മകനായിട്ടുള്ള ദാരാ ഷുക്കോ ആണ് ഇത് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുള്ളത്. മുഗൾ വംശജർ ഇന്ത്യൻ സംസ്കാരവുമായി കൂടിച്ചേർന്നതിന്റെ ഉദാഹരണമാണിത്. ഇക്കാലത്ത് വിവിധ മേഖലകളിൽ സാംസ്കാരിക കൂടിച്ചേരുകൾ നടന്നിട്ടുണ്ട്. താജ്മഹൽ, ആഗ്ര കോട്ട, ചെങ്കോട്ട തുടങ്ങിയ ഇന്ത്യയുടെയും മുഗളന്മാർ ഇവിടേക്ക് കൊണ്ടുവന്ന പേർഷ്യൻ വാസ്തുവിദ്യ ശൈലിയുടെയും സമന്വയത്തിന് ഉദാഹരണമാണ്. ഓക്കെ, താജ്മഹലും ആഗ്ര കോട്ടയും ചെങ്കോട്ട ഇവയൊക്കെ എന്താണ്? മുഗളന്മാർ ഇവിടേക്ക് കൊണ്ടുവന്നിട്ടുള്ള പേർഷ്യൻ വാസ്തുവിദ്യ ശൈലിയുടെ സമന്വയമാണ് കേട്ടോ. പേർഷ്യൻ വാസ്തുവിദ്യ ശൈലിയുടെ ഉദാഹരണങ്ങളാണ് ഇവയൊക്കെ. പേർഷ്യൻ, ഹിന്ദി ഭാഷകൾ കൂടി ചേർന്നിട്ട് ഉറുദു രൂപപ്പെട്ടതും ഇക്കാലത്താണ്. പേർഷ്യയും ഹിന്ദിയും. ഹിന്ദുസ്ഥാനി സംഗീതം ഉത്ഭവിച്ചതും ഈ സമയത്ത് തന്നെയാണ്. ഹിന്ദുസ്ഥാനി സംഗീതവും. ഇനി നമുക്ക് മുഗൾ ഭരണത്തിൽ നിന്നുള്ള ഇത്രയും പോയിന്റ്സ് നമ്മൾ നോട്ടായിട്ട് ഇത് വെക്കണം. വൺ വേർഡ് മാത്രമല്ല, മേ ബി അവർ എങ്ങനെ വേണമെങ്കിലും ചോദിക്കാം. അപ്പോൾ ഒന്ന് നിസ്സാരാക്കാനും സാധിക്കില്ല നമുക്ക്. അപ്പം ഇതിൽ ഏകദേശം ബിഗിനർ എന്നല്ലെങ്കിൽ അത്യാവശ്യം നമുക്ക് അറിയുന്ന പോയിന്റ്സിനെ വീണ്ടും ഇതിൽ തന്നിരിക്കുന്ന കുറച്ച് 2-3 പോയിന്റ്സ് ഒക്കെയാണ് എക്സ്ട്രാ നമുക്ക് വന്നിട്ടുള്ളത്. ബിഗിനേഴ്സിന് ന്യൂ പോയിന്റ്സ് ആയിരിക്കും, മേ ബി അല്ലാത്തവർക്ക് ഇതൊക്കെ പരിചിതം ഉണ്ട്. നെക്സ്റ്റ് നമ്മൾ വിജയനഗര ഭരണം, 2 തരത്തിലുള്ള ഭരണത്തിനെ കുറിച്ചാണ് ഇവിടെ ചാപ്റ്ററിൽ പറയുന്നത്. മുഗൾ ഭരണവും പിന്നെ നമ്മളെ ദക്ഷിണേന്ത്യയിൽ ഉണ്ടായിട്ടുള്ള വിജയനഗര ഭരണത്തെ കുറിച്ചിട്ടും. മധ്യകാലത്ത് ഡൽഹി കേന്ദ്രമാക്കി ഭരണം നടത്തിയ മുഗൾ രാജവംശത്തെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കിയല്ലോ. ഇക്കാലത്ത് ദക്ഷിണേന്ത്യയിലും വ്യത്യസ്ത രാജവംശങ്ങൾ നിലനിന്നിരുന്നു. അക്കൂട്ടത്തിൽ പ്രധാനമായിരുന്നു വിജയനഗര രാജ്യം. വിജയത്തിന്റെ നഗരം, ഒരേ സമയം ഒരു നഗരത്തിന്റെയും രാജ്യത്തിന്റെയും പേരായിരുന്നു അത്. CE 1565 ഈ നഗരം നശിപ്പിക്കപ്പെട്ടു. 1565 CE ഇത് നശിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. നൂറ്റാണ്ടുകളിൽ അത് ജനമനസ്സുകളിൽ മാത്രം നിലനിൽക്കുകയും ചെയ്തു. അവരുടെ ഓർമ്മയിൽ അത് ഹംപി എന്ന പേരിൽ നിലനിന്നു. 1800 കേണൽ മക്കൻസി എന്ന ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഉദ്യോഗസ്ഥനാണ് ഹംപിയുടെ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയത്. ആരാണ്? കേണൽ മക്കൻസി ആണ്. അദ്ദേഹമാണ് ഇത് കണ്ടെത്തിയിട്ടുള്ളത് 1800. 1565 ഇത് നശിപ്പിക്കപ്പെട്ടിട്ടുണ്ടായിരുന്നു. പിന്നീട് ഹംപി എന്ന പേരിൽ ഇത് നിലകൊണ്ടു. അതിലൂടെയാണ് വിജയനഗരത്തിന്റെ ചരിത്രത്തിലേക്ക് ഗവേഷകരുടെ ശ്രദ്ധ പതിഞ്ഞത്. അപ്പം അതിൻ്റെ ഒരു മാപ്പൊക്കെ തന്നിട്ടുണ്ട്. ഇനി വിജയനഗര രാജാക്കന്മാരും അവർ
അവരെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് ആയിട്ടുള്ളതാണ് ഈ പട്ടികയിൽ കൊടുത്തിരിക്കുന്നത്. സംഗമ രാജവംശം അതാരാണ്? ഹരിഹരനും ബുക്കനാണ് കൊണ്ടുവന്നിട്ടുള്ളത്. ആരാണ്? സംഗമ രാജവംശം. സാലുവ വംശം നരസിംഹ സാലുവ. തുളുവ വീരസിംഹൻ പിന്നെ കൃഷ്ണദേവരായരും. ഓക്കെ, തുളുവ വീര നരസിംഹനും കൃഷ്ണദേവരായരും. അരവിഡു വംശം തിരുമലയും വെങ്കിടവണ്ണും. ഓക്കെ, അരവിഡു, തിരുമല, തുളുവ വീര നരസിംഹൻ കൃഷ്ണദേവരായർ, സാലുവ നരസിംഹ സാലുവ. സംഗമ രാജവംശം ഹരിഹരനും ബുക്കനും കൂടിയിട്ടാണ്. ഹരിഹരൻ, ബുക്കൻ എന്നീ സഹോദരങ്ങളാണ് CA 1336 വിജയനഗരം സ്ഥാപിച്ചത്. 1336 ഹരിഹരനും ബുക്കനും കൂടിയിട്ടാണ് ഇത് സ്ഥാപിച്ചിട്ടുള്ളത്. ദക്ഷിണേന്ത്യയിലും ശക്തവും സമ്പന്നവുമായ രാജ്യമായിരുന്നു വിജയനഗരത്തിലെ ഏറ്റവും പ്രശസ്തനായിട്ടുള്ള ഭരണാധികാരി കൂടിയായിരുന്നു കൃഷ്ണദേവരായർ. ദക്ഷിണേന്ത്യയിലെ ശക്തനും അതുപോലെ സമ്പന്നനുമായിട്ടുള്ള വിജയനഗരത്തിലെ ഏറ്റവും പ്രധാന ഭരണാധികാരിയായിരുന്നു കൃഷ്ണദേവരായർ. 1809 1829. അദ്ദേഹത്തെ കുറിച്ചിട്ട് യൂറോപ്യൻ സഞ്ചാരിയായിട്ടുള്ള ബാർബോസ പറഞ്ഞ വാക്കുകൾ ഇതിൽ കുറച്ച് ടെക്സ്റ്റ് ബുക്കിൽ പ്രധാനപ്പെട്ടിട്ടും കുറച്ച് ആൾക്കാർ പറഞ്ഞിട്ടുള്ള വാക്കുകളും കാര്യങ്ങളൊക്കെ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വെക്കേണ്ടതുണ്ട്. ഇനി വിജയനഗരത്തേക്ക് വന്നപ്പോൾ നമ്മൾ ബാർബോസ എന്ന് പറഞ്ഞിട്ടുള്ള പോർച്ചുഗീസ് സഞ്ചാരി എന്താണ് പറഞ്ഞിട്ടുള്ളതെന്ന് നോക്കാം. ഏതൊരാൾക്കും യാതൊരു അസ്വാരസ്യവുമില്ലാതെ ക്രിസ്ത്യനെന്നോ ജൂതനെന്നോ മൂറെന്നോ കിരാതനെന്നോ വ്യത്യാസമില്ലാതെ തൻ്റെ വിശ്വാസം നിലനിർത്തിക്കൊണ്ട് വന്നു പോകുന്നതിനും ജീവിക്കുന്നതിനും യാതൊരു തടസ്സവുമില്ലാത്ത വിധം രാജാവ് സ്വാതന്ത്ര്യം അനുവദിച്ചിരുന്നു. രാജ്യത്തെ നീതിന്യായ വ്യവസ്ഥയും സമത്വം നിറഞ്ഞതാണ്. അപ്പോൾ ഈ വാക്കുകൾ എന്താണ് നമ്മൾ എഴുതി വെച്ചിട്ട് പഠിക്കാൻ തന്നെ വേണം, കാരണം അത് ചോദിക്കും. കൃഷ്ണദേവരായരുടെ ഭരണകാലം രാജ്യവ്യാപനത്തിൻ്റെ വികസനത്തിൻ്റെ കാലഘട്ടമായിരുന്നു. ധാരാളം നിർമ്മാണ പ്രവർത്തനങ്ങൾ അദ്ദേഹത്തിൻ്റെ കാലത്ത് നടന്നു. തലസ്ഥാനമായിട്ടുള്ള നഗരിയായിട്ടുള്ള ഹംപിയിൽ കൂടുതൽ സൗകര്യങ്ങൾ ഏർപ്പെടുത്തിയോടൊപ്പം കോട്ടകളും കൊട്ടാരങ്ങളും ക്ഷേത്രങ്ങളും പണികഴിപ്പിച്ചു. ഫേമസ് ആയിട്ടുള്ള റൂളറാണ് കൃഷ്ണദേവരായർ. മതസഹിഷ്ണുതയായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രശസ്തിക്ക് മറ്റൊരു പ്രധാന കാരണം. എല്ലാ മതങ്ങളെയും ഒരേപോലെ പരിഗണിക്കുകയും വിവിധ മതസ്ഥർക്ക് അവരുടേതായിട്ടുള്ള വിശ്വാസങ്ങൾ നിലനിർത്തിക്കൊണ്ട് ജീവിക്കാനുള്ള എല്ലാ സ്വാതന്ത്ര്യവും അനുവദിച്ചിരുന്നു. കൃഷ്ണദേവരായരുടെ കാലത്ത് കലാ, സാഹിത്യ, സാംസ്കാരിക മേഖലകളും ശ്രദ്ധേയമായ പുരോഗതി കൈവരിച്ചിരുന്നു. അസാമാന്യമായ പാണ്ഡിത്യമുണ്ടായിരുന്ന അദ്ദേഹം അമുക്തമാലിത, ജാമ്പവതി കല്യാണം എന്നീ കൃതികൾ രചിച്ചിട്ടുണ്ട്. അപ്പോൾ അമുക്തമാലിത, ജാമ്പവതി കല്യാണം ഇതാരുടെ കൃതികളാണ്? കൃഷ്ണദേവരായർ. തെലുങ്ക്, കന്നഡ, തമിഴ് സാഹിത്യങ്ങളെ അദ്ദേഹം പ്രോത്സാഹിപ്പിച്ചു. അഷ്ടദിഗ്ഗജങ്ങൾ എന്നറിയപ്പെടുന്ന പണ്ഡിതർ കൃഷ്ണദേവരായരുടെ സദസ്സിനെ അലങ്കരിച്ചിട്ടുണ്ട്. അഷ്ടദിഗ്ഗജങ്ങൾ ഇമ്പോർട്ടൻ്റ് ആണ്. അഷ്ടദിഗ്ഗജങ്ങൾ എന്ന പണ്ഡിതരും കൃഷ്ണദേവരുടെ സദസ്സിൽ ഉണ്ടായിരുന്നവരാണ്. ഭരണ സംവിധാനം. വിജയനഗര ഭരണത്തിനും രാജവാഴ്ചയാണ് നിലനിന്നിട്ടുണ്ടായിരുന്നത്. ഭരണ സൗകര്യത്തിനായി രാജ്യത്തെ മണ്ഡലങ്ങൾ അല്ലെങ്കിൽ പ്രവിശ്യകൾ, നാടുകൾ അല്ലെങ്കിൽ ജില്ലകൾ, സ്ഥലം അല്ലെങ്കിൽ ഉപജില്ലകൾ, ഗ്രാമങ്ങൾ എന്നിങ്ങനെ വിഭജിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ നേരത്തെ നമ്മളും പറഞ്ഞിട്ടുണ്ടായിരുന്നു അവിടെ മുഗൾ ഭരണത്തിലും ഒരു ഭരണക്രമം ഉണ്ടായിരുന്നു. ഇവിടെയും കൊടുത്തിട്ടുണ്ട്. മണ്ഡലങ്ങൾ, നാടുകൾ, സ്ഥലം, ഗ്രാമങ്ങൾ. രാജാവിനെ സഹായിക്കാൻ മന്ത്രിസഭ ഉണ്ടായിരുന്നു. മന്ത്രിമാരെ തരം താഴ്ത്തുന്നതിനും ശിക്ഷിക്കാനുള്ള അധികാരം രാജാവിനുണ്ടായിരുന്നു. അതിൽ വലിയ ഇമ്പോർട്ടൻ്റ് ഇല്ല. വിജയനഗരത്തിലെ ഭരണസ്ഥാനത്ത് പ്രധാന പങ്ക് വഹിച്ചിരുന്ന നായകന്മാരും അമരനായകന്മാരും. ഓക്കെ, ഭരണ സംവിധാനത്തിൽ പ്രധാന പങ്ക് വഹിച്ചിട്ടുള്ളവരായിരുന്നു നായകന്മാരും അമരനായകന്മാരും. ഒരു ന്യൂ പോയിന്റ് ആയിട്ടാണ് കാണുന്നത്. സൈനിക മേധാവികൾ അമരനായകന്മാർ എന്ന പേരിലാണ് അറിയപ്പെട്ടിട്ടുണ്ടായിരുന്നത്. സൈനിക മേധാവികളൊക്കെ അമരനായകന്മാർ എന്ന പേരിലാണ് അറിയപ്പെട്ടിരുന്നത്. രാജാക്കന്മാർ ഇവർക്കായി ഭൂപ്രദേശങ്ങൾ അനുവദിച്ച് നൽകിയിരുന്നു. ഈ പ്രദേശങ്ങൾ അമര എന്ന പേരിൽ അറിയപ്പെട്ടു. രാജാക്കന്മാർ ഇവർക്കായിട്ട് ഭൂപ്രദേശങ്ങൾ അനുവദിച്ച് നൽകിയിരുന്നു. അതിന് നമ്മൾ അമര എന്ന പേരിൽ അറിയപ്പെട്ടു. അമരത്തിൻ്റെ ഭരണം നിർവഹിക്കുന്നത് അമരനായകന്മാരായിരുന്നു. ഈ പ്രദേശങ്ങളുടെ നികുതി പിരിക്കാനുള്ള അവകാശം അമരനായകന്മാർക്കായിരുന്നു. ജസ്റ്റ് മനസ്സിലാക്കി വയ്ക്കാൻ മതി. ഇവർ ഒരു നിശ്ചിത എണ്ണം കാലാളുകൾ, കുതിരകൾ, ആനകൾ എന്നിവ നിലനിർത്തിയിരുന്നു. ഈ വ്യവസ്ഥയെ അമരനായക സംവിധാനം എന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു. സാമൂഹിക സാമ്പത്തിക സ്ഥിതി നോക്കാം. വിവിധ ജാതി മത വിഭാഗങ്ങൾ ഉൾപ്പെട്ടതായിരുന്നു വിജയനഗര സമൂഹം. ബ്രാഹ്മണന്മാരായിരുന്നു സമൂഹത്തിൽ മേധാവിത്വം കൂടുതൽ. ക്ഷേത്രങ്ങൾക്കും അനുവദിച്ചിരുന്ന ഭൂമിയിൽ നിന്നുള്ള വരുമാനം ഇവർക്ക് അവകാശപ്പെട്ടതായിരുന്നു. ക്ഷേത്രങ്ങളിലെ പൂജാതി കർമ്മങ്ങൾ, മതപരമായ ചടങ്ങുകൾ തുടങ്ങിയവയ്ക്ക് നേതൃത്വം നൽകിയതും ബ്രാഹ്മണരായിരുന്നു. സമൂഹത്തിൽ മറ്റു വിഭാഗങ്ങളായിട്ടുള്ള കൃഷി, കച്ചവടം, കൈത്തൊഴിലുകൾ തുടങ്ങിയ മേഖലകളാണ് മുഖ്യമായും ഏർപ്പെട്ടിരുന്നത്. കുഴപ്പമില്ല, അത്ര മതി. ദെൻ നമ്മൾ ഡൊമിംഗോ പയസ് എന്ന് പറഞ്ഞിട്ടുള്ള വിജയനഗരം സന്ദർശിച്ച പോർച്ചുഗീസ് സഞ്ചാരി, 2 പോർച്ചുഗീസ് സഞ്ചാരിനെ കുറിച്ച് പഠിക്കേണ്ടതായിട്ടുണ്ട്. ഡൊമിംഗോ പയസ്, നമ്മൾ ബാർബോറ എന്ന് പറഞ്ഞിട്ടുള്ള ഒരാളിനെ കുറിച്ചിട്ടും പറഞ്ഞിട്ടുണ്ടായിരുന്നു, ബാർബോസ. ഓക്കെ, ഇവിടെ ഡൊമിംഗോ പയസ്, ഇതും പോർച്ചുഗീസ് സഞ്ചാരിയാണ്. വാക്കുകൾ നോക്കാം. മുന്നോട്ട് പോകുമ്പോൾ നിങ്ങളുടെ
മുമ്പിൽ വിശാലവും മനോഹരവുമായ ഒരു തെരുവുണ്ട്. ഈ തെരുവിൽ നിരവധി വ്യാപാരികൾ ജീവിക്കുന്നു. അവിടെ നിങ്ങൾക്ക് മാണിക്യക്കല്ലുകളും മരതകങ്ങളും പവിഴങ്ങളും മുത്തുകളും തുണിത്തരങ്ങളും വിൽപ്പനയ്ക്ക് വെച്ചിരിക്കുന്നത് കാണാം. അവിടെ കുതിരകൾ, ഓറഞ്ച്, മുന്തിരി, തടി തുടങ്ങിയവയെല്ലാം വിൽക്കപ്പെടുന്നുണ്ട്. ഇത് ആരുടെ വാക്കുകളാണ്? ഡൊമിംഗോ പയസ്, പോർച്ചുഗീസ് സഞ്ചാരി. ആ സമയത്ത് വിജയനഗരം സന്ദർശിച്ച ഒരു വ്യക്തിയാണ്. അവര് സിൽക്ക്, പരുത്തി വസ്ത്രങ്ങളാണ് സാധാരണയായിട്ട് ഉണ്ടായിരുന്നത്. അവിടെ പ്രധാനപ്പെട്ട തൊഴിൽ കൃഷി തന്നെയായിരുന്നു. പിന്നെ 15-ാം നൂറ്റാണ്ടിൽ നിർമ്മിച്ച കമലാപുര കുളവും ഹിരിയ കനാലും തുംഗഭദ്ര നദിക്ക് കുറുകെ കെട്ടിയ അണക്കെട്ടുകളും കാർഷിക മേഖലയെ പുഷ്ടിപ്പെടുത്തി. 15-ാം നൂറ്റാണ്ടിൽ നിർമ്മിച്ചിട്ടുള്ള കമലാപുര കുളവും ഹിരിയ കനാലും തുംഗഭദ്രയ്ക്ക് നദിക്ക് കുറുകെ കെട്ടിയ അണക്കെട്ടുകളും കാർഷിക മേഖലയെ പുഷ്ടിപ്പെടുത്തിയിട്ടുണ്ട്. ഭൂമി സർവേ ചെയ്ത് ഗുണനിലവാരം അനുസരിച്ച് നിർണ്ണയിച്ചിരുന്നു. ഭൂനികുതിക്ക് പുറമെ തൊഴിൽ നികുതി, വീട്ടുനികുതി, ഇതൊക്കെ ലൈസൻസ് ഫീസുകൾ, കോടതി ശിക്ഷ അനുസരിച്ചുള്ള പിഴകൾ എന്നിവയായിരുന്നു ഗവൺമെന്റിന്റെ പ്രധാനപ്പെട്ടുള്ള വരുമാന മാർഗങ്ങൾ. വായിച്ചുവിട്ടാലും മതി. വിജയനഗരം ഒരു വലിയ വ്യാപാര കേന്ദ്രമായി വികാസം പ്രാപിച്ചു. ഇന്ത്യയുടെയും ലോകത്തിന്റെയും വിവിധ ഭാഗങ്ങളിൽ നിന്നും വ്യാപാരികൾ പേരുകേട്ട വിജയനഗരത്തിലേക്ക് എത്തിച്ചേർന്നു. ഭരണാധികാരികൾ വിദേശ വ്യാപാരത്തിന് വളരെയധികം പ്രോത്സാഹനം നൽകി. പോർച്ചുഗീസുകാരും അറബികളുമായിരുന്നു വിദേശ വ്യാപാരത്തിൽ പ്രധാന ആൾക്കാരുണ്ടായിരുന്നത്. ചൈന, ശ്രീലങ്ക എന്നീ രാജ്യങ്ങളും വ്യാപാരം നടത്തിയിരുന്നു. അറേബ്യ, മധ്യ എന്നിവിടങ്ങളിൽ നിന്നും കൊണ്ടുവന്നിരുന്ന കുതിരകളുടെ കച്ചവടം പ്രധാനമായിട്ടും അറബികളായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ പ്രധാനപ്പെട്ടിട്ടുള്ള അവർ ആരായിട്ടാണ് വ്യാപാരം നടത്തിയിരുന്നത്? അറബി, പോർച്ചുഗീസുകാരുമായിട്ടാണ്. പിന്നീട് ചൈന, ശ്രീലങ്കനുമായിട്ട് വ്യാപാരം നടത്തിയിട്ടുണ്ടായിരുന്നു. കുതിര കച്ചവടം കൂടുതലായിട്ടും അറബികളായിരുന്നു ചെയ്തിരുന്നത്. കുതിരകൾ കച്ചവടത്തിലെ ഒരു പ്രധാന ഇനമായിരുന്നു. കുതിരക്കച്ചവടത്തിൽ ഏർപ്പെട്ടിരുന്ന പ്രാദേശിക കച്ചവടക്കാർ കുതിരച്ചെട്ടികൾ എന്ന് അറിയപ്പെട്ടിരുന്നുണ്ട്. കുതിരച്ചെട്ടികൾ. കാലക്രമേണ അറബികളെയൊക്കെ പിന്തള്ളിയിട്ട് പോർച്ചുഗീസുകാർ ഇവിടെ നിയന്ത്രണം ഏറ്റെടുത്തു. വ്യാപാരത്തിൽ നിന്നുള്ള വരുമാനം രാഷ്ട്രത്തിന്റെ സമ്പദ്വ്യവസ്ഥയെ ശക്തിപ്പെടുത്തി. നഗരത്തിൽ നിന്ന് ലഭിച്ച ചൈനീസ് മൺപാത്രങ്ങൾ ചൈനയുമായിട്ടുള്ള കച്ചവട ബന്ധത്തെ സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ചാപ്റ്റർ ഓൾമോസ്റ്റ് കഴിയാനായി. വിജയനഗരത്തിന്റെ കാലഘട്ടത്തിൽ സാംസ്കാരിക രംഗം വലിയ പുരോഗതി കൈവരിച്ചിരുന്നു. വേദങ്ങളുടെയും ശാസ്ത്രങ്ങളുടെയും പഠനത്തിനു വേണ്ടി നിരവധി പാഠശാലകൾ സ്ഥാപിച്ചു. കല, വാസ്തുവിദ്യ, ശില്പകല, സാഹിത്യം, സംഗീതം തുടങ്ങിയ മേഖലകളിൽ വിജയനഗര കാലത്ത് അത്ഭുതപൂർവമായിട്ടുള്ള വളർച്ചയുണ്ടായി. കൃഷ്ണദേവരായ പോലുള്ള രാജാക്കന്മാർ കലയുടെയും സാഹിത്യത്തിന്റെയും സംരക്ഷകരായിരുന്നു. ദ്രാവിഡ ശില്പരീതിയാണ് അന്ന് കൂടുതലും പ്രാബല്യത്തിൽ ഉണ്ടായിരുന്നത്. ദ്രാവിഡ ശില്പരീതി. ഗോപുരങ്ങൾ എന്നറിയപ്പെടുന്ന ഭീമാകാരങ്ങളായ ക്ഷേത്ര കവാടങ്ങളാണ് വിജയനഗര ശില്പകലയുടെ മറ്റൊരു പ്രധാന സവിശേഷത. സാഹിത്യരംഗത്തും ഇക്കാലത്ത് വളരെയധികം പുരോഗതി കൈവരിച്ചിരുന്നു. തെലുങ്ക് സാഹിത്യമാണ് ഏറ്റവും കൂടുതൽ വികാസം പ്രാപിച്ചത്. തെലുങ്ക് സാഹിത്യം. ദ്രാവിഡ ശില്പരീതിയായിരുന്നു ഇവിടെ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. തെലുങ്ക് സാഹിത്യമാണ് ഇവിടെ കൂടുതലായിട്ട് വികാസം പ്രാപിച്ചത്. നിരവധി സംസ്കൃത കൃതികളും പ്രാദേശിക ഭാഷകളിലേക്ക് വിവർത്തനം ചെയ്യപ്പെട്ടതും ഈ കാലത്താണ്. അപ്പോൾ ഒരു അത്യാവശ്യം പോയിന്റ്സ് ഇവിടെ നിന്ന് കിട്ടാനുണ്ട് നമുക്ക് ചാപ്റ്ററിൽ നിന്ന്. വിജയനഗരവും മുഗൾ ഭരണവും. അപ്പോൾ ഒക്കെ നോട്ട് എഴുതി വയ്ക്കുക, പഠിക്കുക. അടുത്തൊരു ക്ലാസ്സിൽ ടെക്സ്റ്റ് ബുക്കായിട്ട് വീണ്ടും വരും. താങ്ക് യു. ക്ലാസ് 8ാം ക്ലാസ്സിലെ ക്ലാസ് 8ലെ സോഷ്യൽ സയൻസിലെ ഫസ്റ്റ് ചാപ്റ്ററിലെ മധ്യകാല ഇന്ത്യ എന്നുള്ള ചാപ്റ്ററാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇതിലെ ഫസ്റ്റിൽ ഒരു ഇൻട്രൊഡക്ഷൻ കൊടുത്തിട്ടുണ്ട്. മുകളിൽ കൊടുത്തിരിക്കുന്ന ചിത്രങ്ങൾ നിരീക്ഷിക്കാനും ഇന്ത്യയിൽ ഭരണം നടത്തിയ 2 രാജ്യങ്ങളുടെ ശേഷിപ്പുകളാണ് ഇവിടെ പറയുന്നത്. പിന്നെ പറയുന്നത് നമുക്ക് മുഗൾ ചക്രവർത്തിയായിട്ടുള്ള ഷാജഹാന്റെ ഭരണകാലത്ത് ഡൽഹിയിൽ നിർമ്മിച്ചിട്ടുള്ള ചെങ്കോട്ടയാണിത്. അപ്പൊ ആരാണ് ചെങ്കോട്ട നിർമ്മിച്ചിട്ടുള്ളത്? മുഗൾ ചക്രവർത്തിയായിട്ടുള്ള ഷാജഹാന്റെ ഭരണകാലത്താണ്. എട്ടാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസ് സബ്ജക്റ്റിലെ മധ്യകാല ഇന്ത്യ എന്നുള്ള നികുതി. എട്ടാം ക്ലാസ്സിലെ സോഷ്യൽ ഓരോ ജാതിയിൽപ്പെട്ടവർക്കും അവരുടേതായിട്ടുള്ള ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഉണ്ടായിരുന്നു.
ഓരോ ജാതിയിൽപ്പെട്ടവർക്കും അവരുടേതായ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഉണ്ടായിരുന്നു. മുഗൾ കാലഘട്ടത്തിൽ ഇന്ത്യ സന്ദർശിച്ച ഫ്രഞ്ച് സഞ്ചാരിയായിട്ടുള്ള ടവർണിയർ അന്നത്തെ സമൂഹ പരിസ്ഥിതിയെക്കുറിച്ചും ജനങ്ങളുടെ ജീവിത രീതിയെക്കുറിച്ചും രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ ഇവിടെ വരുന്ന ഓരോ ജാതിയിൽപ്പെട്ടവർക്കും അവരുടേതായ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഉണ്ടായിരുന്നു. മുഗൾ കാലഘട്ടത്തിൽ ഇന്ത്യ സന്ദർശിച്ച ഫ്രഞ്ച് സഞ്ചാരിയായിട്ടുള്ള ടവർണിയർ അന്നത്തെ സമൂഹ പരിസ്ഥിതിയെക്കുറിച്ചും ജനങ്ങളുടെ ജീവിത രീതിയെക്കുറിച്ചും രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ ഇവിടെ വരുന്ന പോയിന്റ് ഫ്രഞ്ച് സഞ്ചാരിയായിട്ടുള്ള ടവർണിയർ. ആരാണ് ടവർണിയർ? ഫ്രഞ്ച് സഞ്ചാരിയാണ്. ഓരോ സ്ഥലത്തെയും ജനങ്ങളുടെ ഭക്ഷ്യജീവിത രീതി, ഭക്ഷണം, വ്യവസ്ഥയും രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇവിടെ ഇംഗ്ലീഷുകാരനായിട്ടുള്ള റാഫിച്ച് ഇന്ത്യ സന്ദർശിച്ചപ്പോ മുഗൾ കാലഘട്ടത്തിൽ ഇന്ത്യ സന്ദർശിച്ചപ്പോ കുറച്ച് വാക്കുകളുണ്ട് മേലെ തന്നിരിക്കുന്നത്. തെലുങ്ക്, കന്നഡ, തമിഴ് സാഹിത്യങ്ങളെ അദ്ദേഹം പ്രോത്സാഹിപ്പിച്ചു.